തന്നെ വിവാദ കുരുക്കിൽപ്പെടുത്തിയ റെയിൽവേയെ പാഠം പഠിപ്പിച്ച് പാലക്കാട് MP വി.കെ. ശ്രീകണ്ഠൻ. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ MP ഫണ്ട് ഉപയോഗിച്ച് റെയിൽവേ നിർമ്മിച്ച ബസ് വെയിറ്റിംഗ് ഷെഡിന് 17 ലക്ഷം രൂപ ചെലവായെന്ന കണക്ക് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. എന്നാൽ റെയിൽവേയോട് കണക്ക് ചോദിച്ച MP ചെലവാകാത്ത 7 ലക്ഷം രൂപ തിരിച്ചുപിടിച്ചാണ് മാതൃകയായത്. 2 വർഷം മുമ്പ് പാലക്കാട് ഒലവക്കോട് MP ഫണ്ടിൽ നിർമ്മിച്ച ഒരു ബസ് സ്റ്റോപ്പ് വലിയ തോതിൽ വിവാദമായിരുന്നു. അതിൻ്റെ കാരണം ആ ബസ് സ്റ്റോപ്പിന് വേണ്ടി 17 ലക്ഷം രൂപ ചെലവഴിച്ചു എന്നുള്ളതാണ്. ഇത്രയും ഒരു വീട് നിർമ്മിക്കാനുള്ള പണം ഒരു ബസ് സ്റ്റോപ്പിന് വേണ്ടി വരുമോ എന്നുള്ളതായിരുന്നു അന്നത്തെ വലിയ തർക്കം. എന്തായാലും ആ സംഭവത്തിൽ ഒരു വഴിത്തിരിവുണ്ടായിട്ടുണ്ട്. അത്രയും തുക ചെലവായിട്ടില്ല. അതിൽ കൃത്യമായ തുക എത്രയാണ് എന്നുള്ളതെല്ലാം ആ പണം അനുവദിച്ച പാലക്കാട് MP വി.കെ. ശ്രീകണ്ഠൻ തന്നെ നമ്മളോട് പറയും. ശരിക്കും അന്ന് വലിയ വിവാദമായിരുന്നു. 17 ലക്ഷം രൂപയ്ക്ക് നമ്മളുൾപ്പെടെ വാർത്ത ചെയ്തത് 17 ലക്ഷം രൂപ വീട് പണിയാം, ഈ ചെറിയൊരു ബസ് സ്റ്റോപ്പിന് വേണ്ടി ഇത്രയും പണമാണോ? സത്യമാണ്. അതായത് ഈ ദീർഘകാലമായിട്ടുള്ളൊരു ആവശ്യമായിരുന്നു ഒലവക്കോട് ജംഗ്ഷന് മുമ്പിൽ ഒരു ബസ് സ്റ്റോപ്പ്. നിലവിലുള്ള 5-6 പേർക്ക് നിൽക്കാനും നിന്നാൽ തന്നെ മഴയും വെയിലും കൊള്ളുന്നതായിരുന്നു. അപ്പോൾ ജനങ്ങളുടെ ആവശ്യം മുൻനിർത്തി ഞാനൊരു പ്രപ്പോസൽ കൊടുത്തു. അവിടെ റെയിൽവേ ജംഗ്ഷൻ പ്രധാനപ്പെട്ടതാണ്, ആയിരക്കണക്കിന് പേര് വന്ന് ഇറങ്ങുന്നതാണ്, അടിയന്തരമായിട്ട് ഒരു ബസ് സ്റ്റോപ്പ് വേണം. അപ്പോഴാണ് അവിടെ സ്ഥലമില്ല. ആ സ്ഥലം ലഭിക്കാനായി കേന്ദ്ര റെയിൽവേ മന്ത്രി തൊട്ട് ജനറൽ മാനേജർ തൊട്ട് എല്ലാവരും നേരിട്ട് പോയി എനിക്ക് കാണേണ്ടി വന്നു. അങ്ങനെ റെയിൽവേയുടെ സ്ഥലത്ത് ഇത് പണിയാനുള്ള അനുമതി കിട്ടി. ഈ വർക്ക് ടെൻഡർ ചെയ്തപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ 17 ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ്. അപ്പോൾ എനിക്കും ഒരു ജിജ്ഞാസ തോന്നി, എന്താണ് ഈ 17 ലക്ഷം രൂപയ്ക്ക് അവിടെ ചെയ്യുന്നത്? അപ്പോൾ എന്നോട് റെയിൽവേയുടെ എഞ്ചിനീയർ പറഞ്ഞു, ഞങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെയല്ല, 100 പേർക്കെങ്കിലും നിൽക്കാനുള്ള ഒരു ബസ് സ്റ്റോപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത്. മാത്രമല്ല ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ മാതൃകയുണ്ട്, റെയിൽവേ സ്റ്റേഷൻ്റെ ബിൽഡിങ്ങിൻ്റെ മാതൃക അനുസരിച്ചുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ ഒരു നിലയല്ല, 2ാമത്തെ നില ഉണ്ടെന്ന് തോന്നും. 2ാമത്തെ നിലയുടെ ഒരു ആവശ്യമില്ല. ഒരു ഗോപുരമൊക്കെ ഉള്ളതുപോലെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ അതുപോലത്തെ ഒരു പകർപ്പ്, അതേപോലത്തെ ഒരു ഡിസൈനാണ് ഉണ്ടാക്കിയത്. ഇതിന് ചിലവ് കൂടും. മാത്രമല്ല സ്റ്റീലിൻ്റെ റോഡാണ് ഉപയോഗിക്കുന്നത്, ഇരുമ്പല്ല. കാലാകാലം അത് തുരുമ്പ് പിടിക്കില്ല, കേടുവരില്ല. പിന്നെ ഗ്രാനൈറ്റാണ് ഫുള്ള് പതിക്കുന്നത്. അപ്പോൾ അതിന് വില കൂടും. എനിക്കത് ബോധ്യപ്പെട്ടൊന്നുമില്ല. പക്ഷെ ഉദ്ഘാടനം കഴിഞ്ഞപ്പോഴാണ് ഫലകത്തിൽ 17 ലക്ഷം രൂപ ചെലവ് മൊത്തത്തിൽ ചർച്ചയായി, വലിയ വിവാദമായി. ഇത് MP എന്തോ കൃത്രിമം കാണിച്ച പോലെ ആണ് പ്രചരിപ്പിച്ചത്. അതൊക്കെ സ്വാഭാവികമാണ്. അതിനൊരു കാരണം ഉണ്ടായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത് അന്വേഷിക്കണം, എന്താണ് ഇതിൻ്റെ വാസ്തവം, ഇത്രയും രൂപ വരുമോ എന്ന് കത്ത് കൊടുത്തു. അന്നത്തെ കലക്ടർ അത് ഫിനാൻസ് ഓഫീസറെ ഏൽപ്പിച്ചു, പ്ലാനിംഗ് ഓഫീസറെ ഏൽപ്പിച്ചു. തുടർച്ചയായി റെയിൽവേക്ക് കത്ത് കൊടുത്തു. അപ്പോഴാണ് റെയിൽവേ തുറന്ന് സമ്മതിക്കുന്നത്, ഞങ്ങളൊരു അഡീഷണൽ ഡെപ്പോസിറ്റ് അതിൽ വെച്ചിരുന്നു. അത് 7,02,025 രൂപ ഒറ്റയാണ്. അപ്പോൾ അത് മടക്കി നൽകേണ്ട പൈസയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള നടപടിയായിട്ട് പിന്നെയും റെയിൽവേയെ സമീപിക്കുകയാണ്. ഞാനും പ്ലാനിംഗ് ഓഫീസർ തിരിച്ചും മറിച്ചും ബന്ധപ്പെട്ട് അവസാനം അത് യാഥാർത്ഥ്യമായി. തിരിച്ച് 7 ലക്ഷം രൂപ, 7,02,015 രൂപ MP ഫണ്ടിലേക്ക് തിരിച്ചു വന്നു. എന്തായാലും വളരെ മാതൃകാപരമായ ഒരു ഇടപെടൽ തന്നെയാണ് MP-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം അദ്ദേഹം ഒരുപാട് ആക്ഷേപം കേട്ടതാണ്. നമ്മൾ ഉൾപ്പെടെ 17 ലക്ഷം രൂപയ്ക്ക് ഒരു വെയിറ്റിംഗ് ഷെഡോ എന്നുള്ളത് ചോദ്യം ഉന്നയിച്ചു. അത് സാധാരണ ചോദ്യം തന്നെയാണ്. ആളുകൾക്കും സ്വാഭാവികമായി സംശയം തോന്നും. അതിനെല്ലാം ഇപ്പോൾ ഒരു പരിഹാരമായിരിക്കുന്നു, ഉത്തരമായിരിക്കുന്നു. അത്രയും തുക ചെലവാക്കിയിട്ടില്ല. ബാക്കി തുക MP-യുടെ ഫണ്ടിലേക്ക് വന്നിട്ടുണ്ട്. സ്വാഭാവികമായും അത് മണ്ഡലത്തിലെ പ്രവർത്തനത്തിന് വേണ്ടി അദ്ദേഹം ചെലവഴിക്കുമെന്നുള്ളതാണ് നൽകുന്ന ഉറപ്പ്.